ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാങ്ങ ഉപ്പിലിട്ടതായിട്ടാണ്. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണൊക്കെ ആയി വരികയാണല്ലോ, അപ്പൊ എല്ലായിടത്തും മാങ്ങയൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് വലിയ മാങ്ങയൊന്നും കിട്ടിയില്ല, ചെറുത് കിട്ടിയതുള്ളൂ. ഇത് ഞാൻ 2 ദിവസം ഉപ്പിലിട്ട് വെച്ചിരുന്നു, അതാണ് കുറച്ച് ചുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് അത്ര സുർക്കൊന്നും ആഡ് ചെയ്യണ്ട, ഓൾറെഡി ഉപ്പിലിട്ട മാങ്ങ ഉണ്ട്. കുറച്ചുകൂടി ഹെൽത്തി ആക്കാം അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ട് 3 മാങ്ങയാണ്. ഒരു 2 ദിവസം ഞാൻ ഈ കല്ലുപ്പിൽ മാത്രം ഇട്ട് വെച്ചത് മാങ്ങ കേട്ടോ. ഇത് കണ്ണിമാങ്ങ ആയിരുന്നു. കണ്ണിമാങ്ങ ആവാനുള്ള ടൈം ആയിട്ടുള്ളല്ലോ. പിന്നെ ഞെട്ടി കളയാം. ഞെട്ടിയിലാണ് ഇതിന്റെ കറ വരുന്നത്. അതിന്റെ ഇപ്പോഴും കറ ഉണ്ട് കേട്ടോ. ഇതിലിപ്പോഴും കറ ഉണ്ടായിനി. അത്രയ്ക്ക് കറ പോയിട്ടില്ല എന്നാണ്. ഇതിന് പിന്നെ സീഡൊന്നും ഉണ്ടാവില്ല. ഇത് അത്ര ചെറിയ കണ്ണിമാങ്ങയാണല്ലോ. എന്നാലും ഉണ്ട്, ചെറിയ സീഡൊക്കെ ഉണ്ട്. എന്തൊരു പാകത്തെ സൈസ് ആക്കാണ്. അതാവുമ്പോ കുട്ടികൾക്കൊക്കെയാണല്ലോ ഭയങ്കര ഇഷ്ടം ഈ കണ്ണിമാങ്ങയായാലും പച്ചമാങ്ങയായാലും ഉപ്പിലിടാനൊക്കെ. ഇത് ചെറിയ സൈസ് ആവുമ്പോ കുറച്ച് കഷ്ടപ്പെട്ട് നുറുക്കിയാലും ചെറിയ സൈസ് ആവുമ്പോൾ പെട്ടെന്ന് പിടിക്കും നമ്മളിടുന്ന മസാല. അപ്പൊ ഞാൻ 3 പെട്ടെന്ന് നുറുക്കാതെ. ഇതാക്കാം. അത്യാവശ്യം ഉണ്ടല്ലേ. ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചു വെച്ചതാണ്. നിങ്ങളിവിടെ കാണിക്കാൻ വിചാരിച്ച്. ഇത് ഉപ്പിലിട്ടതായതുകൊണ്ട് കുറച്ച് പൊടിഞ്ഞു പോകുന്നുണ്ട്. അത്രക്ക് അപ്പോൾ ടേസ്റ്റ് കൂടും. കുറെ ഉള്ളതുപോലെ തോന്നും ചെയ്യും. നല്ല മസാല പിടിച്ചിട്ടുണ്ടാവും എല്ലാത്തിലും. ഓ സാരില്ല, ഇങ്ങനെയൊക്കെ. പച്ചമാങ്ങയില്ലേ, മാങ്ങ ഞാനിതാ കറക്റ്റ് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത്ര ചെറുതാക്കി നുറുക്കാന്നൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൽ ഞാൻ നുറുക്കിയതാണ്. ഇപ്പൊ ഞാൻ ഇതിൽ അധിക സാധനമൊന്നും ഇടുന്നില്ല. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ. എന്നാലും നമുക്ക് പച്ചമാങ്ങ കാണുമ്പോൾ ഒരു വീണ്ടും വീണ്ടും കാണാൻ തോന്നുമല്ലോ. എത്ര കണ്ടാലും മതി വരാത്ത രീതിയിൽ. അത് ഞാൻ ഇടുന്നത് ഉപ്പാണ്. ഇതാ ഇപ്പൊ നമ്മളൊരു ഐഡിയക്ക് ഇടാം. ഞാനിപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇട്ടുകയാണ് ഉപ്പ്. പിന്നെ മുളക് പൊടി. ഇതാ ഫ്രഷ് മുളക് പൊടി കേട്ടോ. വീട്ടിൽ തന്നെ പൊടിച്ച മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ വല്ലാതെ ഇട്ടില്ല. ഇനി ഒരു ഇത്തിരി സുർക്ക, ജസ്റ്റ് ഒരു ടേസ്റ്റിന്. ഇത് മതി. ഇനി ഉണ്ടല്ലോ ഈ സുർക്കയുടെ ടേസ്റ്റ്. സുർക്ക നാവിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കുറെ കഴിക്കാൻ കഴിയില്ലല്ലോ, നാവ് പൊള്ളിപ്പോവല്ലോ. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. അതാവുമ്പോൾ നാവിലൊന്നും പറ്റി പിടിക്കൂല സുർക്ക. അധികമൊന്നുമില്ല, കുറച്ച്. ഒരു ടേസ്റ്റ് ചെറിയ മാറ്റം ഉണ്ടാവും. ചില ആൾക്കാർക്ക് പറ്റൂല. ഒരു ഇച്ചിരി മതി. എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടാട്ടോ. കാരണം എനിക്ക് സുർക്ക വേണം. എന്നാലും സുർക്ക വല്ലാതായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. അപ്പോൾ ഗൈസ്, നമ്മളെ പച്ചമാങ്ങ ഓൾമോസ്റ്റ് റെഡി ആയി വരുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. കുറച്ച് ഉപ്പിലിട്ട മാങ്ങയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അച്ചാറിടാൻ എടുത്ത് വെച്ച് മാങ്ങയത്. എന്തായാലും ഇതൊരു അച്ചാറാണല്ലോ. അപ്പൊ ഇതാ റെഡി ആയിട്ടുണ്ട് ഉപ്പിലിട്ട് മാങ്ങതാ. ഞാൻ ജസ്റ്റ് ഒന്ന്, നമുക്ക് എത്ര ഉണ്ടാലും മതിയരാത്തൊരു സാധനമാണല്ലോ ഉപ്പിലിട്ടത്. നമ്മളെ മലയാളികളുടെ ഒരു
തീരാത്തൊരു ആഗ്രഹമാണല്ലോ ഈ ഉപ്പിലിട്ട മാങ്ങനോടും അതുപോലുള്ള ഉപ്പിലിട്ട സാധനങ്ങളോടൊക്കെ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.